അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശ്വാസവും സൂക്ഷ്മതയും നേടിയെടുക്കുക എന്നതിലേറെ ശ്രമകരമാണ് നേടിയെടുത്ത വിശുദ്ധി നിലനിർത്തുക എന്നത്. മൂല്യമുള്ള ഒരു വസ്തു നിർമ്മിക്കാൻ ഏറെ സമയവും ത്യാഗവും അധ്വാനവും ആവശ്യമാണ്. എന്നാൽ അതിനെ നശിപ്പിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം മതി. റഹീസ് എന്ന ഒരു ധനികൻ ജീവിച്ചിരുന്നു. കച്ചവട രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച സമ്പന്നനായിരുന്നു അദ്ദേഹം. അതുപോലെ വലിയൊരു ധർമ്മിഷ്ഠനുമായിരുന്നു. പാവപ്പെട്ടവരെ കണ്ടെത്തി സഹായങ്ങൾ നൽകിയിരുന്ന അദ്ദേഹം തന്റെ സമ്പത്തെല്ലാം അവകാശിയായ ഏകമകന് നൽകി. എന്നാൽ മകനാകട്ടെ ഉപ്പയുടെ വിശാലമായ സമ്പത്തിന്റെ പിൻബലത്തിൽ അഹങ്കാരത്തിന്റെ ആൾരൂപമായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞു. റഹീസ് മരണരോഗശയ്യയിലായി. അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഒരു കത്തെഴുതി തന്റെ സെക്രട്ടറിയെ ഏൽപ്പിച്ചു. ഞാൻ മരിച്ചതിനു ശേഷം എന്റെ മകന് ഈ കത്ത് നൽകണം എന്ന് നിർദ്ദേശിച്ചു. വൈകാതെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അന്തിമകർമ്മങ്ങൾക്കായി ജനാസ പള്ളിയിൽ കൊണ്ടുവന്നപ്പോൾ മകന്റെ നീചപ്രവൃത്തികൾ കാരണം ഉസ്താദ് ജനാസ നിസ്കരിക്കാൻ തയ്യാറായില്ല. ആളുകളെല്ലാം ആശങ്കയിൽ നിൽക്കെ സെക്രട്ടറി ആ കത്ത് മകന് നൽകി. മകൻ കത്ത് വായിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട മകനെ, മരണമെന്ന യാഥാർത്ഥ്യം എല്ലാവർക്കും വരാനുണ്ട്. എത്രയോ ആളുകൾ വലിയ പ്രതീക്ഷകളോടെ ഈ ഭൗതിക ലോകത്തേക്ക് വന്ന് നേട്ടങ്ങൾ കൈവരിക്കാതെ മരിച്ചുപോയിട്ടുണ്ട്. ജനിച്ചാൽ മരണം ഉറപ്പാണ്. അതുകൊണ്ട് നിന്റെ നീചപ്രവൃത്തികളും അഹങ്കാരവും ഉപേക്ഷിച്ച് നല്ല മനുഷ്യനാകണം. എന്റെ അന്തിമകർമ്മങ്ങൾ നടത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊരു ഉപ്പയുടെ വസിയത്താണ്. മകൻ കരഞ്ഞുകൊണ്ട് വായന പൂർത്തിയാക്കി. മനസ്സിൽ കുറ്റബോധം ഉയർന്നു വന്നു. കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തു. ബാപ്പയുടെ മരണം മകന്റെ സന്മാർഗത്തിന് കാരണമായി. ദുഃഖത്തോടെ ബാപ്പയുടെ അന്തിമകർമ്മങ്ങൾ അവൻ പൂർത്തിയാക്കി. ഉറ്റവരുടെ മരണം നമ്മുടെ ജീവിത വിശുദ്ധി കൈവരിക്കാനുള്ള വലിയൊരു പാഠമാണ്. മരണസ്മരണ നമ്മുടെ തഖ്വ നിലനിർത്താനും സൽക്കർമ്മങ്ങൾ പതിവാക്കാനും പരമവഞ്ചകനായ പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും നമ്മെ സഹായിക്കും. അതുകൊണ്ട് മരണചിന്തയും നമ്മുടെ മരണം എപ്പോഴുമാകാം എന്ന ബോധവും ഈമാനോടെ മരിക്കണമെന്ന ആഗ്രഹവും നന്മകളിൽ തുടരാൻ നമ്മെ പ്രേരിപ്പിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. ദുആയും വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.